നമസ്കാരം. GST നിയമത്തിലെ റിട്ടേൺ ഫയലിങ്ങിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ സ്ഥാപന ഉടമകൾക്ക് ഫയൽ ചെയ്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആംനസ്റ്റി സ്കീം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 1/6/2021 നോട്ടിഫിക്കേഷൻ നമ്പർ 19 അനുസരിച്ച് GST റിട്ടേൺ അതിൻ്റെ കാലാവധിക്കുള്ളിൽ ഫയൽ ചെയ്യാൻ പറ്റാത്ത സ്ഥാപനങ്ങൾക്ക് ചെറിയ ഒരു തുക ലേറ്റ് ഫീ ആയിട്ട് അടച്ചാൽ ആ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കലാണ് ഗവൺമെന്റ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന വഴി ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രസക്ത ഭാഗങ്ങൾ? എന്താണ് ഈ പിഴയിലുള്ള ഇളവ് എന്ന് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ ഈ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഫലം അർഹിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒരു സാങ്കേതിക തടസ്സം കൂടി നിലനിൽക്കുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ അതിലേക്ക് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജൂലൈ മാസം 2017 മുതൽ നിലവിൽ വന്ന GST നിയമത്തിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 47 ആണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. CGST ആക്ടിന്റെ സെക്ഷൻ 47 അനുസരിച്ച് ഓരോ ദിവസവും 25 രൂപ വീതം ലേറ്റ് ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പരമാവധി 5000 രൂപയും. അത്രത്തോളം തുക SGST ആക്ട് പ്രകാരം കൊടുക്കണം. അങ്ങനെ വന്നാൽ പരമാവധി ലേറ്റ് ഫീ എന്ന് പറയുന്നത് 10000 രൂപയാണ്. ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ചാൽ ഏതാണ്ട് 200 ദിവസം കഴിയുമ്പോൾ ഈ 10000 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയും വലിയ തുക ഓരോ റിട്ടേണുകൾക്കും അടയ്ക്കേണ്ടതുള്ളത് കൊണ്ട് നിസ്സഹായരായ ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഈ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള റിട്ടേൺ കൂടി ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുടിശ്ശിക വന്നിരിക്കുന്ന റിട്ടേണുകളുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരു സ്വാഗതാർഹമായ ചുവടുവെപ്പാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. സെക്ഷൻ 47 ഭീമമായ ലേറ്റ് ഫീയിൽ നിന്ന് അതിൻ്റെ 1/10 അടച്ചാൽ ഇപ്പോൾ ഈ സ്കീം പ്രകാരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന റിട്ടേണുകൾ ഫയൽ ചെയ്യാനാകുന്നതാണ്. ഇത് ചെയ്യാനുള്ള അവസരം ജൂൺ 2021 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിലാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മളിപ്പോൾ ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസത്തിനുള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ള സാങ്കേതിക തടസ്സം എന്താണ്? ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിച്ച അനുസരിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സെക്ഷൻ 29 അനുസരിച്ച് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ 6 ടാക്സ് പീരീഡിലെ റിട്ടേണുകൾ തുടർച്ചയായിട്ട് സമർപ്പിക്കാതിരുന്നാൽ ആ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം പ്രോപ്പർ ഓഫീസർക്കുണ്ട്. തുടർച്ചയായിട്ട് 6 മാസത്തെ റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ സ്വമേധയാ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത വിവരം കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ സ്ഥാപനത്തിൻ്റെ ഉടമ പ്രസ്തുത ക്യാൻസലേഷൻ ഓർഡർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ 30 ദിവസം കമ്മീഷണർ വരെയുള്ള മേലുദ്യോഗസ്ഥർക്ക് 90 ദിവസമായിട്ട് നീട്ടിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള അപേക്ഷ കൂടി നമുക്ക് കൊടുക്കാം. ഈ 90 ദിവസം കഴിഞ്ഞാൽ ക്യാൻസൽ ആകപ്പെട്ട രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുന്നതിന്
ഓഫീസർക്ക് കഴിയാതെ വരും. ഇന്നത്തെ നിയമം അതിന് അനുശാസിക്കുന്നില്ല. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ സ്ഥാപന ഉടമകൾ റിട്ടേണുകൾ ഫയൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചാൽ അവർക്ക് അത് പറ്റുന്നില്ല. ഇപ്പം 2 രീതിയിലുള്ള വീഴ്ച വരുത്തിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ഒന്ന്, 6 മാസം തുടർച്ചയായിട്ട് റിട്ടേണുകൾ ഫയൽ ചെയ്യാതിരുന്നാൽ സ്വമേധയാ പ്രോപ്പർ ഓഫീസർ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും, എന്നാൽ 6 മാസത്തിൽ കൂടുതൽ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ മുടക്കം വന്നിട്ടുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ക്യാൻസൽ ആകാതെ ഇരിക്കുന്ന അപൂർവം ചില ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് ഈ സുവർണാവസരം വിനിയോഗിച്ച് ചെറിയ തോതിലുള്ള ലേറ്റ് ഫീ അടച്ച് റിട്ടേണുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. എത്രയാണ് ഈ ഇളവ് വരുത്തിയിരിക്കുന്ന ലേറ്റ് ഫീ എന്നാൽ 500 രൂപയാണ് പരമാവധി ലേറ്റ് ഫീ. CGST ആക്ടിൽ ഉള്ള പോലെ തന്നെ SGST ആക്ടിലും ഈ 500 രൂപ അടയ്ക്കണം. അതായത് 1000 രൂപയാണ് ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേറ്റ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിക്കാർക്ക് ഈ ഒരു അവസരം വളരെ പ്രയോജനകരമായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്നു. എന്നാൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കീമിൻ്റെ പ്രയോജനം അത്തരക്കാർക്ക് ലഭിക്കുന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചിന്തിക്കാനിരിക്കുന്നത്. എന്താണ് അവർക്ക് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത്? GST ഓഫീസർക്ക്, പ്രോപ്പർ ഓഫീസർക്ക് ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് രേഖാമൂലം ഒരു അപേക്ഷ സമർപ്പിക്കുക. ഒരുപക്ഷെ പ്രോപ്പർ ഓഫീസർക്ക് അതിനൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ഈ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മേലധികാരികൾക്ക് ഫോർവേഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ കോപ്പികൾ കമ്മീഷണർക്കും GST മെമ്പേഴ്സിനും GST നെറ്റ്വർക്ക് കമ്പനിക്കും കൊടുത്താൽ ഇങ്ങനെയൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ട് വ്യക്തമായ നീക്കുപോക്കുകൾ ഉണ്ടാക്കി തരുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കത്ത് ഈ അവസരത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഇതിനെ കണക്കാക്കി പ്രോപ്പർ ഓഫീസർക്ക് ഇത്തരക്കാര് അപേക്ഷ കൊടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. രണ്ടാമത്, ഇങ്ങനെയുള്ള ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇത്തരത്തിൽ എത്ര അംഗങ്ങളുണ്ട്, എത്ര ആൾക്കാരെ ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിവിവര കണക്ക് കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാനും സാധിക്കും. മൂന്നാമത്, ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ബിസിനസ് തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നില്ല, ടാക്സ് ഇവേഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്താനും കൂടി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഉപകരിക്കപ്പെടും. ആയതിനാൽ നമുക്ക് സമയം കളയാതെ അടിയന്തരമായിട്ട് ഇതിനുള്ള രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ച് തരുന്നതിനുള്ളൊരു അപേക്ഷ പ്രോപ്പർ ഓഫീസർക്ക് സമർപ്പിക്കാം. അതിൽ നിന്നും വ്യക്തമായൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങളിൽ എത്തുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നടപടികൾ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഒപ്പം തന്നെ സെക്ഷൻ 47, സെക്ഷൻ 29, സെക്ഷൻ 30, അതുപോലെ നോട്ടിഫിക്കേഷൻ നമ്പർ 19 എല്ലാം വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി വേണം ഈ ലേറ്റ് ഫീ അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിർദ്ദേശങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതാണ്. അതുവരെ നമസ്കാരം.